യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അമ്മേ, ഞാൻ അച്ഛന്റെ ഫോട്ടോ കൊണ്ട് ശരിയാക്കിട്ട് വരാവേ. വേഗം വരണം കേട്ടോ സേതു. പൂജകളൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ സേതുട്ട് വന്നിട്ട് ചെയ്തോളൂ അമ്മേ. ഏട്ടൻ പോയിട്ട് വാ. ശരി മോളെ. എന്നാ ഹലോ. ഡാ രമേശാ, ഞാൻ ആ തിരുവല്ലം ബൈപ്പാസില് ആ കയറുന്നിടത്ത് വെയിറ്റ് ചെയ്യാം. നീ അങ്ങോട്ട് നേരെ വന്നാൽ മതി. ശരി മോളെ, ഏട്ടനും ഏട്ടത്തിയും വരും. നീ ആവശ്യമില്ലാത്തതൊന്നും പറയാൻ നിൽക്കരുത്. ഞാനായിട്ടൊരു പ്രശ്നത്തിന് പോകുന്നില്ല അമ്മേ. പക്ഷേ ഇങ്ങോട്ട് പ്രശ്നത്തിന് വന്നാ ഞാൻ വിടാനും പോകുന്നില്ല. ചിലരെ നമ്മൾ എത്രത്തോളം മാറ്റി നിർത്താൻ ശ്രമിച്ചാലും നടക്കില്ലമ്മേ. എന്തെങ്കിലും കാരണം പറഞ്ഞ് അവരിങ്ങോട്ട് വന്നോളും. അമ്മയോട് വല്യമ്മ കാണിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും അവരെ ഇങ്ങോട്ട് വിളിക്കാൻ പാടില്ലായിരുന്നു. അത്രയ്ക്ക് വെറുപ്പാ എനിക്ക് അവരോട് രണ്ടുപേരോടും. വിട്ടുകള നീ അത്. ഇതിനു മുന്നേ പല പ്രാവശ്യവും ഇതിനപ്പുറം ഓരോന്ന് അവര് കാണിച്ചിട്ടില്ലേ? നമ്മൾ എന്തെങ്കിലും പ്രതികരിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നും ഒരുപോലെ ഒന്നും ഇരിക്കില്ലമ്മേ. അമ്മയെ പോലുള്ള ലോല മനസ്സൊന്നും എനിക്കില്ല. ഞാനൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല. ആരുമില്ലേ? ഭാവന, ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഏട്ടനോ? ഇവിടെ ആരെയും കണ്ടില്ല. ഭാവനയില്ലേ? എല്ലാരും ഉണ്ട് ഏട്ടാ. അമ്മേ, ചേച്ചി, ആരാ വന്നെന്ന് നോക്കിയേ. ഏട്ടനിരിക്കേ. താങ്ക് യു. ഇരിക്കും മോനെ. അടുക്കളയിൽ ജോലി തിരക്കായിരുന്നു. ആണോ ആന്റി? എന്നാ നടക്കട്ടെ, ഞാനിവിടെ ഇരുന്നോളാം. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. ശരി ആന്റി. ഭാവന, വാ ഇരിക്ക. ഇന്നെല്ലാരും നല്ല സന്തോഷത്തിലാണല്ലേ? അതെ സൂര്യ, അച്ഛന്റെ ജന്മനാളല്ലേ. അച്ഛനുണ്ടായിരുന്നപ്പോ എന്ത് രസമായിരുന്നു. ആര് പറഞ്ഞു അച്ഛനില്ലാന്ന്? ആ ഇരിക്കുന്നവനെ ആരാ? അങ്കിളിന്റെ ഫോട്ടോ എവിടെ? അത് നിലത്ത് വീണ് ചില്ല് പൊട്ടി. സേതുവേട്ടൻ ഗ്ലാസ് മാറ്റാൻ വേണ്ടി പോയിരിക്കാം. ആ, സേതുവേട്ടൻ എപ്പോ എത്തി? ഇന്നലെ വൈകുന്നേരം. സേതുവേട്ടന്റെ ലുക്ക് മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട്. ആണോ? അതെ സൂര്യ, വരുമ്പോ ഒന്ന് കണ്ടു നോക്ക്. മോനെ, സത്യം പറഞ്ഞ സൂര്യ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്നീ സന്തോഷം കാണാൻ ഞാനിവിടെ ഉണ്ടാവില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞില്ലേ ഭാവന? ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ചിന്തിക്കണം സൂര്യ. സ്വപ്നത്തിലാണെങ്കിലും ആന്റിയും ധ്രുവന്റെ അമ്മയും എല്ലാം എന്നോട് ചോദിച്ച ചോദ്യങ്ങളുടെ വിഭ്രാന്തിയില്ല ഞാൻ പോലീസിൽ സറണ്ടർ ആവാൻ തീരുമാനിച്ചത്. അവിടെയും സൂര്യ വന്ന് എന്നെ തടഞ്ഞില്ലേ? വിട്ടേക്ക് ഭാവന. ഇനിയെങ്കിലും താനൊന്ന് റിലാക്സ്ഡ് ആവാൻ നോക്ക്. എല്ലാം ശരിയാവും. ദേ, വളരെ സന്തോഷത്തിലാണ് ഞാനിവിടെ വന്നത്. ആ സന്തോഷം താനായിട്ട് നശിപ്പിക്കരുത് പ്ലീസ്. എടാ, ഈ ഫോട്ടോയുടെ ഗ്ലാസ് മാറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോവാം. അല്ലെ പിന്നെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഫോട്ടോ പെട്ടെന്ന് തരുമെങ്കിൽ. ഇവിടെ പോയാലോ? ഇവിടെ കയറാം. വാ ചേട്ടാ, പിന്നെ ഈ ഫോട്ടോയുടെ ഗ്ലാസ് ഒന്ന് മാറ്റിയിട്ട് തരാം. ഒരു അരമണിക്കൂർ താമസം ഉണ്ടാവും. അപ്പോഴേക്കും ഗ്ലാസ് മാറ്റി നിങ്ങൾ പോയിട്ട് വരും. അത് കുഴപ്പമില്ല, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. ശരി, അപ്പോഴേക്കും ശരിയാക്കി വെച്ചേക്കാം. ഓക്കെ. സേതുണ്ണ, ചായ വേണോ? എനിക്ക് വേണ്ട, നീ പോയി കുടിച്ചിട്ടോ. ഞാൻ ഇവിടെ നിൽക്കാം. അണ്ണാ, ഒരു 10 മിനിറ്റ് ഞാൻ പോയി ചായ കുടിച്ചിട്ട്. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഓ, സേതു, എന്താ സാറേ ഇവിടെ?
ഞങ്ങൾ സേതുവിനെ കാണാൻ വേണ്ടി വന്നതാ. എന്നെ കാണാനോ? എന്താ സാറേ കാര്യം? പുതിയ SP-ക്ക് സേതുവിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തിനാ സാറേ എന്നെ കാണുന്നത്? സേതുവിന്റെ കയ്യില് അന്നൊരു ശിവറാം കള്ളം കൊണ്ട് തന്നില്ലേ? ആ ശിവറാമിനെ കുറിച്ച് എന്തോ ചോദിക്കാനാ സേതുവിനെ കൂട്ടിക്കൊണ്ടില്ലാൻ പറഞ്ഞു. സാറേ ഞാൻ പിന്നീട് അങ്ങോട്ട് വന്നാൽ മതിയോ? വീട്ടിലെ അച്ഛന്റെ ജന്മനാളുള്ള പൂജ നടക്കുക, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നാൽ മതിയോ? ഇതൊരു 10 മിനിറ്റ് മതി സേതു. ദേ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഉടനെ തിരിച്ചു വരാലോ അല്ലേ? പിന്നെന്താ? വാ ആ എന്നാ പിന്നെ പോയിട്ട് വേഗം വരാം. വാ 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 വാ. സേതുണ്ണ എവിടെ പോയി? ഫോട്ടോ റെഡിയേ? ഓ റെഡിയായി. ചേട്ടാ, എന്നോടൊപ്പം വന്ന സേതുണ്ണനെ കാണാനില്ലല്ലോ, എവിടെ പോയി? പുള്ളി ഇപ്പൊ ഇവിടെ നിൽക്കുന്നുണ്ടോ? ആ ശരിയായ എത്രയായി? 500 രൂപ. ഓ ഓ ആ, ശരി. എന്താ സാറേ നമ്മളിത് എങ്ങോട്ടായി പോകുന്നത്? പറഞ്ഞല്ലോ പുതിയ SP-യെ കാണാനാണെന്ന്. ഇതിലെന്തോ പന്തികളുണ്ടല്ലോ. ഇപ്പൊ എടുക്കണ്ട സാർ അങ്ങനെ സാറേ ഫോൺ എടുത്താല് ഇതെന്റെ കൂട്ടുകാരൻ വിളിക്കുന്നതല്ലേ? ആരായാലും കുറച്ചു നേരത്തേക്ക് ഫോൺ എടുക്കണ്ട. സാറേ എന്താ സാറേ ഇത്? നിങ്ങൾ എന്നെ എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? സാർ എന്താ സാറേ ഇത്? എന്റെ ഫോൺ ഇതാ. മര്യാദക്ക് ഇരിക്കണം അവിടെ. ഫോണൊക്കെ തരും. സേതുവണ്ണം എവിടെ പോയതാവും? ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അവരുടെ ഈ സന്തോഷം എന്നും ഇതുപോലെ തന്നെ നിലനിർത്തി കൊടുക്കണേന്നാ എന്റെ പ്രാർത്ഥന. ഉറപ്പായും ഇങ്ങനെ തന്നെ ആയിരിക്കുമേ ഇവരുടെ ജീവിതം. ദൈവം വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചതാ. ഭാവനേച്ചിയുടെ ഭാഗ്യ അമ്മേ സൂര്യേട്ടൻ. കണ്ടില്ലേ എത്ര ചേർച്ചയെന്ന് നോക്കിയേ. നേര് പറഞ്ഞ ഈ വീട്ടിൽ ഞാൻ ഇരിക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷ ഭാവന. ആരൊക്കെയോ എനിക്കുണ്ടെന്നൊരു തോന്നല്. അത് തോന്നലല്ലല്ലോ സൂര്യ, സത്യമല്ലേ? ഈ വീട്ടിലെ ഓരോരുത്തരും സൂര്യയോട് അത്രമാത്രം കടപ്പെട്ടവരാ. ഒരു ജന്മം മുഴുവൻ എടുത്താലും ആ കടം തീർക്കാനാവില്ല. എന്താ ഭാവന ഇത്? അതിനുവേണ്ടി ഒന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. തന്നെ ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നോ അതുപോലെ തന്നെയാ ഈ വീട്ടിലുള്ള ഓരോരുത്തരെയും ഞാൻ ഇഷ്ടപ്പെടുന്നത്. സൂര്യ, ശരിക്കും നീ എന്റെ ഭാഗ്യം തന്നെയാ. ഒരുപക്ഷെ നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ അതെന്റെ ജീവിതത്തിലെ തീരാ നഷ്ടമായിരുന്നേനെ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നിന്നെ ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടില്ല എന്ന്. അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അന്നായിരിക്കും ഈ ഭൂമിയിൽ എന്റെ അവസാനത്തെ ദിവസം. അങ്ങനെയൊന്നും പറയല്ലേ സൂര്യ. സംഭവിച്ചിരുന്നെങ്കിൽ എന്നല്ല ഞാൻ പറഞ്ഞുള്ളൂ, സംഭവിച്ചില്ലല്ലോ.